വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡയറി ഫാർമർ എൻ്റർപ്രണർ എന്ന കോഴ്സിലെ മൂന്നാമത് പ്രാക്ടിക്കൽ ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റിലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റിൽ എന്നും എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകളെന്നും അറിയുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവരും ബോഡി പാർട്സ് ഓഫ് കൗ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മാത്രമേ നമ്മൾക്ക് പറയുമ്പോൾ ഓരോ ടേംസും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ബോഡി പാർട്സ് ഓഫ് കൗ കണ്ടതിന് ശേഷം മാത്രം ഈ സ്ലൈഡ് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നിർബന്ധമായും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിസ്റ്റമാറ്റിക് പൊസിഷൻ ഓഫ് കാറ്റിൽ. എന്താണ് സിസ്റ്റമാറ്റിക് പൊസിഷൻ? സയന്റിഫിക് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പശുക്കൾ ഉൾപ്പെടുന്ന വിഭാഗം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രണ്ട് കിങ്ഡംസ് ആണ് പ്രധാനമായിട്ടുമുള്ളത്, പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും. അതിൽ മൃഗങ്ങൾ ഉൾപ്പെടുന്ന അനിമൽസ് ഉൾപ്പെടുന്ന കിങ്ഡത്തിന്റെ പേരെന്തായിരുന്നു? അനിമാലിയ. നിങ്ങൾ ഫസ്റ്റ് ഇയർ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. കിങ്ഡം അനിമേലിയ. ഫൈലം കോഡേറ്റ. എന്താണ് കോഡേറ്റയുടെ പ്രത്യേകത? അനിമൽ വിത്ത് നോട്ടോകോഡ്. ജീവിതത്തിൽ, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴോ അതിനുശേഷമോ ജീവിതത്തിൽ, ഒരു ജീവിയുടെ ജീവിതത്തിൽ ഒരു നോട്ടോകോഡ് അതിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്നു എങ്കിൽ അവയെയാണ് നമ്മൾ കോഡേറ്റ എന്ന് വിളിക്കുന്നത്. നെടുനാര് എന്നൊക്കെ നമ്മൾ പറയും നോട്ടോകോഡ് എന്ന് പറയുന്നത്. അതായത് നട്ടലിനകത്ത് കൂടെ പോകുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ നോട്ടോകോഡ് എന്ന് വിളിക്കുന്നത്. സബ്ഫൈലം വെർട്ടിബ്രേറ്റ. ബോണി സ്പൈൻസ് ഉള്ളത്, അതായത് നട്ടെല്ലില് കശേരുക്കൾ കൊണ്ട് നിർമ്മിച്ച വെർട്ടിബ്രൽ കോളം ഉള്ളവയാണ് നമ്മൾ സബ്ഫൈലം വെർട്ടിബ്രേറ്റ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. വെർട്ടിബ്രേറ്റ, അനിമൽ വിത്ത് ബോണി സ്പൈൻസ്. ദെൻ ക്ലാസ് മമാലിയ. കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന ജീവ വിഭാഗം വരുന്നവയാണ് നമ്മൾ മമേലിയ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. പ്രൊഡ്യൂസ് മിൽക്ക് ഫോർ ദെയർ യങ് വൺ. അമ്മ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നു ത്രൂ മാമറി ഗ്ലാൻഡ്. സ്തനങ്ങൾ ഉള്ളവയാണ് മാമൽസ് എല്ലാവരും. ഓർഡർ ആർട്ടിയോഡാക്ടൈല. ആർട്ടിയോഡാക്ടൈല എന്ന് വെച്ചാൽ ക്ലോവൻ ഫൂട്ടഡ് ആനിമൽ. ക്ലോവൻ ഫൂട്ടഡ് എന്ന് വെച്ചാൽ കാലിൽ, ഓരോ കാലിലും 2 കുളമ്പ് വീതം, ക്ലൗസ് വീതം ഉള്ള ജീവികളെയാണ് നമ്മൾ ആർട്ടിയോഡാക്ടൈല എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. സബ് ഓർഡർ റൂമിനേറ്റ. അയവെട്ടുന്ന ജീവികൾ അഥവാ കേർഡ് ചൂയിങ് ആനിമൽസിനെയാണ് നമ്മൾ റൂമിനേറ്റ അഥവാ റൂമിനേറ്റിംഗ് ആനിമൽസിനെയാണ് നമ്മൾ കേർഡ് ചൂയിങ് എന്ന് വിളിക്കുന്നത്. കഴിച്ച ഭക്ഷണം തിരിച്ച് വായിലേക്ക് എടുത്ത് വീണ്ടും ചവച്ചിറക്കി കഴിക്കുന്ന രീതിയാണ് റൂമിനേറ്റിംഗ് എന്ന ആനിമൽസിന്റെ പ്രത്യേകത. ഫാമിലി ബോവിഡേ. ബോവിഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോളോ ഹോൺസ്. കൊമ്പിനകത്ത് പൊള്ളയായ കൊമ്പുകളുള്ള ജീവികളാണ് ബോവിഡേ എന്ന കാറ്റഗറിയിൽ വരുന്നത്. ജീനസ് ബോസ്. ബോസ് എന്ന ജീനസിൽ പെടുന്ന എല്ലാ അനിമൽസിന്റെയും പ്രത്യേകത they will be ruminating with a 4-footed animal. 4 കാലുള്ള അയവെട്ടുന്ന അനിമൽസ് ബോസ് എന്ന കാറ്റഗറിയിൽ വരും. അപ്പോൾ ഏതൊക്കെ വരും? പശു വരും, ആട് വരും, കുറുമ്പയാടൊക്കെ അതിൽ തന്നെയാണ് വരുന്നത്. അടുത്തത് സ്പീഷീസ്. നമുക്ക് 2 സ്പീഷീസിലുള്ള ബോസ് ജീനസിലുള്ള അനിമൽസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇന്ത്യൻ കാറ്റിലും അടുത്തത് എക്സോട്ടിക് അഥവാ യൂറോപ്യൻ കാറ്റിലും. അതിൽ ഇന്ത്യൻ കാറ്റിലിന്റെ പ്രത്യേകത ഹമ്പുണ്ട്, പൂനയുണ്ട് എന്നതാണ്. അപ്പോൾ സ്പീഷീസ് ഇൻഡിക്കസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കാറ്റിലിനെ സൂചിപ്പിക്കുന്നു. ടോറസ് എന്ന സ്പീഷീസ് സൂചിപ്പിക്കുന്ന സമയത്ത് യൂറോപ്യൻ കാറ്റിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പശുക്കളുടെ ശാസ്ത്രീയ നാമം എന്തായിരിക്കും? ഇന്ത്യൻ കാറ്റിലാണെങ്കിൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ചേർത്താണ് ശാസ്ത്രീയ നാമം വിളിക്കുക. അഥവാ സയന്റിഫിക് നെയിം വിളിക്കുന്നത് എങ്ങനെയാണ്? ജീനസ് നെയിമും സ്പീഷീസ് നെയിമും കൂടി ചേർത്തിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കാറ്റിലിന്റെ ശാസ്ത്രീയ നാമം എങ്ങനെയായിരിക്കും? സയന്റിഫിക് നെയിം എങ്ങനെയായിരിക്കും? ജീനസ് നെയിം ബോസും
സ്പീഷീസ് നെയിം ഇൻഡിക്കസും. അപ്പോൾ ബോസ് ഇൻഡിക്കസ് ആണ് ഇന്ത്യൻ കാറ്റിലിന്റെ സയന്റിഫിക് നെയിം. ബോസ് ടോറസ് ആണ് എക്സോട്ടിക് കാറ്റിലിന്റെ സയന്റിഫിക് നെയിം. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 2 സയന്റിഫിക് നെയിംസ് ആണ് ബോസ് ഇൻഡിക്കസും ബോസ് ടോറസും. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. ബോസ് ഇൻഡിക്കസ് ആൻഡ് ബോസ് ടോറസ്. ഒന്ന് ഇന്ത്യൻ ബ്രീഡ്. ബോസ് ഇൻഡിക്കസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രീഡ്, ബോസ് ടോറസ് എന്ന് വെച്ചാൽ എക്സോട്ടിക് ബ്രീഡ് അഥവാ യൂറോപ്യൻ കാറ്റിൽ. രണ്ടിന്റെയും പ്രധാന വ്യത്യാസം എന്താണ്? ബോസ് ഇൻഡിക്കസിനാണ് ഹമ്പ് ഉള്ളത്, ബോസ് ടോറസിന് ഹമ്പ് ഇല്ല. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ബ്രീഡ്സിനെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ബ്രീഡ്സിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അവർ വിളിക്കുന്നത് ബ്രഹ്മ എന്നും യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിനെ സെബു എന്നുമാണ് വിളിക്കുന്നത്. യൂറോപ്പിലും സൗത്ത് അമേരിക്കയിലും സെബു എന്നും ബ്രഹ്മ എന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വിളിക്കുന്നു. അപ്പൊ നമുക്ക് ബ്രീഡ്സ് ഓഫ് കാറ്റിൽ അഥവാ ഇന്ത്യൻ ബ്രീഡ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് സംശയം തോന്നാവുന്ന ഒരു വേർഡായിരുന്നു എന്താണ് ബ്രീഡ്. ബ്രീഡ് എന്നാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ നിർബന്ധമായും പഠിക്കുക. ബ്രീഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽ ഹാവിംഗ് കോമൺ ഒറിജിൻ and possessing certain well-defined characteristics which are transmitted to the offspring. അതായത് ഒരു കൂട്ടം അനിമൽസ് ആണ്. അവയ്ക്ക് 2 പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒരു കൂട്ടം അനിമൽസ് ഒരു സ്ഥലത്ത് ഉത്ഭവിച്ച് അതിന്റെ മാത്രമായിട്ടുള്ള കുറച്ച് പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ക്യാരക്ടേഴ്സ് അതിന്റെ കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് ഹെറിറ്റബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും അവയ്ക്ക് ഉണ്ടാവുക, അഥവാ ക്രോമസോമിൽ അത് നിർബന്ധമായും ഉണ്ടാവുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് ആ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ പോലെ തന്നെ ക്വാളിറ്റിയുള്ള പശുക്കുട്ടിയായിരിക്കും ലഭിക്കുന്നുണ്ടാവുക, എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളതോട് കൂടിയത്. അത്തരത്തിലുള്ള ഒരു കൂട്ടം പശുക്കളെയാണ് അനിമൽസിനെയാണ് നമ്മൾ ബ്രീഡ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ബ്രീഡ്സ് എന്ന് പറയുമ്പോൾ അതിന് 2 പ്രധാന പ്രത്യേകതയാണുള്ളത്. ഒന്നിന് ദേ വിൽ ഹാവ് കോമൺ ഒറിജിൻ, ഒരു ഉത്ഭവ സ്ഥാനം ഉണ്ടാകും. കൂടാതെ അതിന് മാത്രമായിട്ട് പെക്യുലിയർ ക്യാരക്ടേഴ്സ് ഉണ്ടാവുകയും ചെയ്യുകയും അത് കുഞ്ഞുങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള അനിമൽസിനെയാണ് ബ്രീഡ് എന്ന് വിളിക്കുന്നത്. കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ ആൻഡ് എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് കാറ്റിൽ. നമ്മൾക്ക് ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റിലും എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് കാറ്റിലും പഠിക്കുവാനുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇന്ത്യൻ ബ്രീഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യൻ ബ്രീഡ്സിന്റെ പ്രത്യേകതയെന്നും എന്തൊക്കെയാണ് എക്സോട്ടിക് ബ്രീഡ്സിന്റെ പ്രത്യേകതയെന്നും നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എപ്പോഴും പരീക്ഷയ്ക്ക് കമ്പാരിസൺ ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം ഇന്ത്യൻ ബ്രീഡ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ പ്രത്യേകതയാണ് അവരുടെ പാലിന്റെ ക്വാളിറ്റി. ഇന്ത്യൻ ബ്രീഡ്സിന്റെ പാലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഉയർന്ന ക്വാളിറ്റി ഉള്ളതാണ്. ഫാറ്റ് കണ്ടന്റ് വളരെ കുറവാണ്. കൂടാതെ അയോഡിൻ കണ്ടന്റ് കൂടുതലും ആണ്. പെട്ടെന്ന് ദഹിക്കുന്നവയാണ്. സ്വാഭാവികമായിട്ടും വയസ്സായവർക്കും കുഞ്ഞു കുട്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും. വളരെ കുറച്ച് മുതൽ മുടക്കിൽ നമുക്ക് വളർത്താൻ പറ്റിയവരാണ് ഇന്ത്യൻ ബ്രീഡ്സ് എല്ലാം തന്നെ. അധികമായിട്ടുള്ള മുതൽ മുടക്ക് ആവശ്യമില്ല. താമസിക്കാനായാലും കൊടുക്കുന്ന ഫീഡിങ്ങിന്റെ കാര്യത്തിലായാലും അമിതമായിട്ടുള്ള ചിലവൊന്നും തന്നെ വരുന്നില്ല. നമ്മുടെ വീട്ടിലെ എന്തൊക്കെയാണോ ബാക്കി വരുന്നത്, അഥവാ നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന, നമ്മുടെ പരിസരത്ത് ലഭിക്കുന്ന ഫീഡ് തന്നെ മതിയാവും അവയ്ക്ക് കൊടുക്കാൻ. മറ്റൊരു പ്രത്യേകതയാണ് നല്ല കട്ടിയുള്ളതും എന്നാൽ കൊളസ്ട്രോൾ കുറവുമുള്ള പാലാണ് ഇവയുടെ മറ്റൊരു ആകർഷണീയത. ഫാറ്റ് കണ്ടന്റ് കുറവായതിനാൽ കൊളസ്ട്രോളും കുറവാണ്. ഏറ്റവും വലിയൊരു കാര്യമാണ് റെസിസ്റ്റൻസ് ടു ഡ്രോട്ട് എന്നത്, അഥവാ അമിതമായ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശരീരപ്രകൃതി അവയ്ക്കുണ്ട്. അതിന്റെ ജനറ്റിക് ക്വാളിറ്റിയും അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും
ഏത് കാലാവസ്ഥയിലും അവയ്ക്ക് ജീവിക്കാൻ പറ്റുന്നു. വളരെ ആക്റ്റീവ് ആയിരിക്കും. യൂറിൻ ആൻഡ് ഡങ് രണ്ടിനും മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്. അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഉയർന്ന പ്രതിരോധ ശേഷി. പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും ബാധിക്കാതിരിക്കുകയും കോമൺ ആയിട്ട് കാണുന്ന മാസ്റ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും ഇവയിൽ കാണാറില്ല. എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ നമുക്കിവയെ വളർത്തിയെടുക്കാം. മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യൻ ബ്രീഡ്സിന്റെ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഇന്ത്യൻ ബ്രീഡ്സിന് എല്ലാത്തിനും തന്നെ കൂടുതലായിട്ടും ഡ്യുവൽ പർപ്പസ് ബ്രീഡുകളാണ്. അതായത് ജോലി ആവശ്യങ്ങൾക്കായിട്ട്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, ഉഴുതുമറിക്കാൻ, കൂടാതെ പാലുൽപാദനം രണ്ടിനും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് ഇന്ത്യൻ ബ്രീഡ്സ് എല്ലാം തന്നെ. ഇനി നമുക്ക് എക്സോട്ടിക് ബ്രീഡ്സിന്റെ ക്വാളിറ്റീസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? നോക്കാം. ഇന്ത്യൻ ബ്രീഡുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി കുറവാണ്. ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും, എന്നാൽ ക്വാളിറ്റി കുറവാണ്. ദഹിക്കാൻ പ്രയാസമാണ്. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കൊടുക്കുന്ന സമയത്ത് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ കൊടുക്കാൻ പാടുകയുള്ളൂ. വളർത്താനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഉള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. തിൻ മിൽക്കാണ്. ഫാറ്റ് കണ്ടന്റ് കൂടുതലായതിനാൽ കൊളസ്ട്രോൾ കൂടുതലാണ്. മെഡിസിനൽ വാല്യൂ വളരെ കുറവാണ്, മൂത്രത്തിനായാലും ഡങ്ങിനായാലും. കൂടാതെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ് പോലും അവയ്ക്ക് ക്ഷീണം തട്ടുകയും വളരെ പാസീവായിട്ട്, സാധാരണഗതിയിൽ ആക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ കാറ്റിൽ, എന്നാൽ വളരെ പാസീവായിട്ട് കുറച്ച് കുഴിമടിയന്മാരാണ് നമ്മുടെ എക്സോട്ടിക് ബ്രീഡ്സ്. അധികം ജോലികളൊന്നും തന്നെ നമുക്ക് അവയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഇവയ്ക്ക് ഉണ്ട്. പ്രത്യേക ക്ലൈമറ്റുകൾക്ക് മാത്രം അനുയോജ്യമായവയാണ്. അതായത് നമ്മുടെ നാട്ടിന് അവർക്ക് പറ്റില്ല. കൂടുതലായിട്ടും അവർക്ക് ഒരു തണുത്ത കാലാവസ്ഥയോടാണ് പ്രിയം. സ്വാഭാവികമായിട്ടും അതിന് പറ്റിയ ശരീരപ്രകൃതിയുമാണ് അവയ്ക്ക് ഉള്ളത്. പാലുൽപാദനം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് വളർത്താൻ പറ്റിയവയാണ് എക്സോട്ടിക് ബ്രീഡ്സ് എല്ലാം തന്നെ. ഇതാണ് കമ്പാരിസൺ. എല്ലാവർക്കും മനസ്സിലിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി അഥവാ ഉപയോഗക്രമത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ ബ്രീഡ്സിനെ 3 കാറ്റഗറിയാക്കി തിരിച്ചിരിക്കുന്നു. ഉപയോഗക്രമം അനുസരിച്ച് എന്തിനു വേണ്ടി നമ്മൾ അവയെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന് അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയറി ബ്രീഡ്, രണ്ടാമത്തേത് ഡ്രോട്ട് ബ്രീഡ്, മൂന്നാമത്തേത് ഡ്വൽ പർപ്പസ് ബ്രീഡ്. ഡയറി ബ്രീഡ്, ഡ്രോട്ട് ബ്രീഡ് ആൻഡ് ഡ്വൽ പർപ്പസ് ബ്രീഡ്. ഡയറി ബ്രീഡ്സിന്റെ പ്രത്യേകത നല്ല പാലുൽപാദകരാണ്, പക്ഷെ ജോലി ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് അവയെ ഉപയോഗിക്കുവാൻ പറ്റുന്നില്ല. ഡ്രോട്ട് ബ്രീഡ്സിന്റെ പ്രത്യേകതയാണ് കുറച്ച് പാൽ മാത്രമേ തരികയുള്ളൂ, എന്നാൽ ജോലി ചെയ്യാൻ അവർ സമർത്ഥരാണ്. ഡ്വൽ പർപ്പസ് ബ്രീഡ് പാലിനായും ജോലിക്കായും നമുക്ക് ഒരേപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയവരാണ് ഡ്വൽ പർപ്പസ് ബ്രീഡ്. അപ്പോൾ യൂട്ടിലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തി 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇന്ത്യൻ ബ്രീഡ്സിനെ ചെയ്തിരിക്കുന്നത്. ഡയറി ബ്രീഡ്സ്, ഡ്രോട്ട് പർപ്പസ് ബ്രീഡ് ആൻഡ് ഡ്വൽ പർപ്പസ് ബ്രീഡ്. നമ്മൾ ഡയറി ഫാർമർ എന്റർപ്രണർ എന്ന കോഴ്സ് ആയതിനാൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് ഡയറി ബ്രീഡും ഡ്വൽ പർപ്പസ് ബ്രീഡും മാത്രമേ ഉള്ളൂ. ഡ്രോട്ട് പർപ്പസ് ബ്രീഡ് പഠിക്കുവാനായിട്ട് ഇല്ല. ഇനി നമുക്ക് ഡയറി ബ്രീഡ്സിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോണ്ടുരസ് ഇൻ ബിൽഡ്, പെൻറ്റുലസ് ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്, ബ്രൈറ്റ് ഐസ്, പെൻറ്റുലസ് ആൻഡ് കപ്പാഷ്യസ് അഡർ, ലൂസ് സ്കിൻ, ജനറലി ഡോസൈൽ. എന്തൊക്കെയാണ് നോക്കൂ. പോണ്ടുരസ് ഇൻ ബിൽഡ്, അതായത് കാണാൻ നല്ല കൊഴുത്ത്, നല്ല ഉരുണ്ട്, നല്ല ഭംഗിയായിട്ടായിരിക്കും ഉണ്ടാവുക. അത്യാവശ്യം വലിയ സൈസൊക്കെ ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, കൊഴുത്ത ശരീരമുള്ള, തിളങ്ങുന്ന തൊലിയുള്ള
പശുക്കളാണ് ഡയറി ബ്രീഡ്സ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാം. മറ്റൊരു പ്രത്യേകതയാണ് ഡ്യൂലാപ്പ്. എന്താണ് ഡ്യൂലാപ്പ്? അതിനാണ് നമ്മൾ ബോഡി പാർട്സ് പഠിക്കണമെന്ന് പറഞ്ഞത്. ഡ്യൂലാപ്പ് എന്താണ്? കഴുത്തിന് താഴെ തൂങ്ങിക്കിടക്കുന്ന നല്ല ലൂസായിട്ട് നമുക്ക് ചെറിയ മടക്കുകളൊക്കെ ഉള്ള കഴുത്തിന് താഴെ തൂങ്ങിക്കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡ്യൂലാപ്പ് എന്ന് പറയുന്നത്. ഷീത്ത് എന്ന് വെച്ചാൽ എന്താണ്? വയറിന് താഴ്ഭാഗത്ത് കാണുന്ന നേവൽ ഫ്ലാപ്പിന്റെ ഭാഗത്തെയാണ് നമ്മൾ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പെൻഡുലസ് ഡ്യൂലാപ്പും ഷീത്തും നമുക്കിവിടെ പ്രത്യേകതയാണ്. നല്ല തിളങ്ങുന്ന കണ്ണുകൾ, തിളങ്ങുന്ന ത്വലി, പിന്നെ പെൻഡുലസ് ആൻഡ് കപ്പാഷ്യസ് അഡർ. പാലുൽപാദകരായതിനാൽ നല്ല വലിപ്പമുള്ളതും നല്ല കപ്പാസിറ്റി ഉള്ളതുമായിട്ടുള്ള അഡറും ടീറ്റുമാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. അയഞ്ഞ തൊലി, ഫാറ്റ് ഡെപ്പോസിഷൻ ഒന്നും ഇല്ലാതെ അയഞ്ഞ തൊലി. ജനറലി ദേ വിൽ ബി ഡോസൈൽ. നല്ല മെരുക്കം കാണിക്കുന്നവ കൂടെയാണ് ഡയറി ബ്രീഡ്സ് എല്ലാവരും. ബ്രോഡ് പർപ്പസ് ബ്രീഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ വണ്ടിക്കാള എന്നൊക്കെ വിളിക്കുന്ന ബ്രീഡുകൾ, അതായത് ജോലി എടുപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവയാണ് നമ്മൾ ബ്രോഡ് പർപ്പസ് ബ്രീഡ് എന്ന് വിളിക്കുക. ഇവരുടെ പ്രത്യേകത ഡയറി ബ്രീഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഡയറി ബ്രീഡ്സ് കാണാൻ നല്ല കൊഴുത്തുരുണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രോഡ് പർപ്പസ് ബ്രീഡ് വളരെ തിൻ ആൻഡ് ലീൻ, സ്റ്റൗട്ട് ആയിട്ടുള്ള ശരീരം, ആരോഗ്യ ദൃഢഗാത്രമായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവരും നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്കിന്നും, എളുപ്പത്തിൽ നടക്കുന്നവർ, ഫാസ്റ്റ് ഗെയ്റ്റ്, നല്ല ഉറപ്പുള്ള കൈകാലുകൾ, ബലമുള്ള കൈകാലുകൾ, വെൽ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശരീരം, നീളത്തിലുള്ള ബാരൽ എന്ന് വെച്ചാൽ വയറിന്റെ ഭാഗത്തെയാണ് ബാരൽ എന്ന് പറയുന്നത്. നീളത്തിലുള്ള ബാരൽ, ടൈറ്റ് ഷീത്ത്, നല്ല ഉറപ്പുള്ള തൊലി, ഷീത്ത്, ദെൻ അലേർട്ട്നെസ്, വളരെ ആക്റ്റീവ് ആയിരിക്കും, അലേർട്ട് ആയിരിക്കും. അടുത്തത് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. ഡ്യുവൽ പർപ്പസ് ബ്രീഡിന്റെ പ്രത്യേകത ഇവയ്ക്ക് സമ്മിശ്ര സ്വഭാവമാണ് ഉണ്ടാവുക. അതായത് ഡയറി പർപ്പസ് ബ്രീഡിന്റെയും ഡ്രോഡ് പർപ്പസ് ബ്രീഡിന്റെയും സ്വഭാവം ഒരുമിച്ച് കൂടിച്ചേർന്നവയാണ് ഡ്യുവൽ പർപ്പസ് ബ്രീഡിന്റെ പ്രത്യേകത. അതായത് ഇതിൽ വരുന്ന പശുക്കൾക്ക് ഡയറി പർപ്പസ് ബ്രീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാളകൾക്ക് ഡ്രോഡ് പർപ്പസ് ബ്രീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് ഉണ്ടാവുക. കൂടാതെ കുറച്ച് ക്യാരക്ടേഴ്സ് സമ്മിശ്രമായിട്ടും കാണപ്പെടുന്നു. ഒരുപോലെ നമുക്ക് പാലിനായും ജോലി ചെയ്യിപ്പിക്കാനായിട്ടും ഉപയോഗിക്കാൻ പറ്റിയവയാണ് ഡ്യുവൽ പർപ്പസ് ബ്രീഡുകൾ. ഇന്ത്യൻ ഡയറി ബ്രീഡ്സ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. ബ്രീഡാണ് റെഡ് സിന്ധി. റെഡ് സിന്ധി നോക്കി മനസ്സിലാക്കുക. റെഡ് സിന്ധി കാണാൻ എങ്ങനെയുണ്ടാവുമെന്ന്. എന്തൊക്കെയാണ് റെഡ് സിന്ധിയുടെ ക്വാളിറ്റീസ് എന്ന് നമുക്കറിയാം. പരീക്ഷയ്ക്ക് പ്രാക്ടിക്കൽ എക്സാമിനും തിയറി എക്സാമിനും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരാം. ഒറിജിൻ, ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് സിന്ധ് പ്രൊവിൻസ് ഓഫ് വെസ്റ്റ് പാകിസ്ഥാൻ. പണ്ട് ഇത് ഇന്ത്യയിലായതിനാലാണ് ഇപ്പോഴും ഇന്ത്യൻ ബ്രീഡ് എന്ന് പറയപ്പെടുന്നത്. ഇന്ന് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പഞ്ചാബിലും ഹരിയാനയിലുമാണ്. സിന്ധ് പ്രൊവിൻസ് ഓഫ് വെസ്റ്റ് പാകിസ്ഥാൻ ആണ് ഒറിജിൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെഡ് സിന്ധി എന്ന് പറയുമ്പോൾ അതിന്റെ നിറം എന്തായിരിക്കും? ഡീപ്പ് ഡാർക്ക് റെഡ് കളർ. ചെവല നിറമൊക്കെ നമ്മൾ പറയാറില്ലേ? ബ്ലാക്കും റെഡും ബ്രൗണും കൂടി ചേർന്ന ഒരു പ്രത്യേക നിറമാണ് ഡീപ്പ് ഡാർക്ക് റെഡ് കളർ എന്ന് പറയുന്നത്. ബുൾസിനാണെങ്കിൽ നല്ല വലിപ്പമുള്ള ഹമ്പൊക്കെ കൂടിയുള്ളവയാണ്. ചെറിയ കുറ്റിക്കൊമ്പുകളും ഷീത്തും ഡ്യൂലാപ്പും നല്ല രീതിയിൽ വികാസം പ്രാപിച്ചവരും നല്ല വലിപ്പമുള്ള അഡർ, പെൻഡുലസ് അഡർ വിത്ത് മീഡിയം സൈസ്ഡ് ടീത്ത്. ഡയറി ബ്രീഡ് ആയതിനാൽ സ്വാഭാവികമായിട്ടും അഡറിന് നല്ല ഡെവലപ്മെന്റ് ഉണ്ടാകും. ഇതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രീഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രീഡാണ്. കൗവിനെ നമുക്ക് പാൽ ഉൽപാദനത്തിനായിട്ടാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ബുൾസിനെയും ഉപയോഗിക്കാം. അപ്പോൾ റെഡ് സിന്ധി, ഒറിജിൻ സിന്ധ് പ്രൊവിൻസ് ഓഫ് വെസ്റ്റ് പാകിസ്ഥാൻ, കളർ ഡീപ്പ് ഡാർക്ക് റെഡ് കളർ. ബ്രീഡാണ് സാഹിവാൾ. സാഹിവാളിന്റെ പ്രത്യേകത കാണുമ്പോൾ റെഡ് സിന്ധിയോട് സാമ്യം തോന്നുമെങ്കിലും
കുറച്ചുകൂടെ മെരുക്കമുള്ളവയാണ് സാഹിവാൾ പശുക്കൾ. ഉത്ഭവം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. മോൺഗോമറി ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ. ഇതിന് മറ്റൊരു പേര് കൂടെ വിളിക്കുന്നു ലോല. വളരെ ലൂസ് ആയിട്ടുള്ള സ്കിന്നും നല്ല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളും ഉള്ളത് കൊണ്ടാണ് ഇവയെ ലോല എന്ന് വിളിക്കുന്നത്. ലൂസ് സ്കിൻ, ഡീപ്പ് ബോഡി ആൻഡ് ബ്രോഡ് ഫോർഹെഡ്. റെഡിഷ് ഡൺ കളർ. ഓർത്ത് വെക്കുക, മറ്റേത് ഡീപ്പ് റെഡ് ആണെങ്കിൽ ഇവിടെ റെഡിഷ് ഡൺ കളറാണ് കാണപ്പെടുന്നത്. ഷോർട്ട് ആൻഡ് സ്റ്റംപി ഹോൺസ്. ചെറിയ കുറ്റിക്കൊമ്പുകളാണ്. ബെസ്റ്റ് ഇൻഡിജീനസ് ഡയറി ബ്രീഡാണ് നമ്മുടെ സാഹിവാൾ. ബെസ്റ്റ് ഇൻഡിജീനസ് ഡയറി ബ്രീഡ്. ഇപ്പൊ ലോല എന്നറിയപ്പെടുന്ന ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചാൽ സാഹിവാൾ. ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ബ്രീഡാണ് ഗിർ കൗ. കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന ഒരു പ്രത്യേക മുഖ സവിശേഷതകളുള്ള, ശരീര സവിശേഷതകളുള്ള ഒരു കൗവാണ് ഗിർ എന്ന് പറയുന്നത്. അതിന്റെ കണ്ണ്, ചെവി, കൊമ്പ്, നെറ്റി എന്നിവ തന്നെ ഒരു പെക്യൂലിയർ, ഒരു ഫീലിങ്ങോട് കൂടി നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ പാവമായിട്ടൊരു സ്ലീപ്പി അപ്പിയറൻസ് ഉള്ള ഒരു പശുവാണ് ഗിർ കൗ എന്ന് പറയുന്നത്. മറ്റു പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഉത്ഭവ സ്ഥാനം, ഒറിജിൻ ഗിർ ഹിൽസ് ആൻഡ് കത്യാവാർ ഫോറസ്റ്റ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഗിർ വനങ്ങളാണ് ഇവരുടെ ഉത്ഭവ സ്ഥാനം. റെഡ് കളറിലും കൂടാതെ പാച്ചസ് ആയിട്ടും, വൈറ്റ് പാച്ചസ് ആയിട്ടും, വൈറ്റിൽ റെഡ് പാച്ചസ് ആയിട്ടും ഒക്കെ നമുക്ക് ഇവയെ കാണാൻ പറ്റും. അത്യാവശ്യം വലിയ ശരീരമുള്ളത്, നല്ല വലിയ ഹമ്പും ഒക്കെ ഉള്ളവരാണ് ആണും പെണ്ണും. അഥവാ കൗവിനും ബുള്ളിനും ഒരുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഹമ്പ് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു പ്രത്യേകതയാണ് നല്ല ബ്രോഡ് ആയിട്ടുള്ള കോൺവെക്സ് ഫോർഹെഡ്. കോൺവെക്സ് ഫോർഹെഡ് എന്ന് വെച്ചാൽ നെറ്റി നല്ല ഉന്തി പരന്നിരിക്കുന്ന നല്ല വലിപ്പമുള്ള തലയോട് കൂടിയതും. മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ ചെവി. തൂങ്ങിക്കിടക്കുന്ന ഇലകൾ പോലുള്ള ചെവികൾ. ഇല വാടിക്കൊഴിഞ്ഞു കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തൂങ്ങിക്കിടക്കുന്ന ചെവികളും പുറകോട്ട് വളഞ്ഞ കൊമ്പുകളും ഇവരുടെ പ്രത്യേകതയാണ്. മൊത്തം ഒരു സ്ലീപ്പി അപ്പിയറൻസ് ആണ് ഇവയ്ക്ക് ഉള്ളത്. സ്വാഭാവികമായിട്ടും പാലുൽപാദനത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ശരീരവും വെൽ ഡെവലപ്ഡ് ഡ്യൂലാപ്പും അഡറും നമുക്കിവയ്ക്ക് കാണാം. പ്രത്യേകതയാണ് ഹാർഡി ആനിമൽ നോൺ ഫോർ ഇറ്റ്സ് ടോളറൻസ് ടു സ്ട്രെസ് കണ്ടീഷൻ. ഈ പ്രത്യേക ശരീര പ്രകൃതി ഉള്ളത് കൊണ്ട് തന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു ബ്രീഡ് തന്നെയാണ് ഗിർ എന്ന് പറയുന്നത്. ഏത് ഡ്രോട്ടിനെയും നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിവുള്ള ശരീരപ്രകൃതി ഇവയ്ക്കുണ്ട്. പാലുൽപാദനം 1500 മുതൽ 2000 കിലോഗ്രാം പെർ ലാക്ടേഷൻ ആണ്. അടുത്ത ബ്രീഡാണ് താർപാർക്കർ. താർപാർക്കർ കൗവും ബുള്ളും നമുക്ക് കാണണം. കാരണം താർപാർക്കറിന്റെ പ്രത്യേകത, ഇതൊരു ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. കാണുമ്പോൾ നമുക്ക് സിന്ധിയോട് വളരെ സാദൃശ്യം തോന്നുന്നത് കൊണ്ട് ഇവയെ വൈറ്റ് സിന്ധി എന്നാണ് വിളിക്കുന്നത്. സിന്ധ് പ്രൊവിൻസ് തന്നെയാണ് സ്വദേശം. വൈറ്റ് സിന്ധി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബ്രീഡ് കൂടെയാണ് താർപാർക്കർ എന്ന് പറയുന്നത്. ഇതൊരു ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. പശുക്കളെ പാലുൽപാദനത്തിനായിട്ടും കാളകളെ ജോലി ചെയ്യിപ്പിക്കാനും നമ്മൾക്ക് ഉപയോഗിക്കാം. ബുൾ. പാകിസ്ഥാനിൽ തന്നെയുള്ള താർപാർക്കർ ഡിസ്ട്രിക്റ്റ് ആണ്. കൂടാതെ രാജസ്ഥാനിലും ഗുജറാത്തിലും ധാരാളമായി ഇവരെ കാണപ്പെടുന്നു. കളർ വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളർ, വൈറ്റിൽ ബ്ലാക്ക് ഷെയ്ഡോട് കൂടി നമുക്ക് ഗ്രേ കളറായിട്ട് നമുക്ക് കാണാം. സിന്ധിയോട് വളരെയധികം രൂപസാദൃശ്യമുള്ളത് കൊണ്ട് ഇവയെ വൈറ്റ് സിന്ധി എന്നും വിളിക്കാറുണ്ട്. കുറ്റിക്കൊമ്പുകളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. നല്ല ദൂരത്തായി നിൽക്കുന്ന, തലയുടെ രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് വളരെ ദൂരത്തായി നിൽക്കുന്ന 2 കുറ്റിക്കൊമ്പുകൾ ഇവരുടെ പ്രത്യേകതയാണ്. വളരെ മെരുക്കം കാണിക്കുന്നവ കൂടെയാണ് നമ്മുടെ താർപാർക്കർ അഥവാ വൈറ്റ് സിന്ധി എന്നറിയപ്പെടുന്ന പശുക്കൾ. ശരീരമാസകലം വെള്ള നിറമാണെങ്കിലും സ്വിച്ച് എന്താണ്? വാലിലെ അറ്റഭാഗം അഥവാ വാലിൽ രോമം കാണുന്ന ഭാഗത്തുള്ള രോമങ്ങളെല്ലാം തന്നെ കറുത്ത നിറത്തിലാണ്.
ശരീരം മാസകലം വെള്ളയും സ്വിച്ച് ബ്ലാക്ക് കളറിലുമുള്ള ഒരു ബ്രീഡാണ് താർപാർക്കർ എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്വൽ പർപ്പസ് ബ്രീഡാണ്. നമ്മൾ പറഞ്ഞു ജോലിക്കായിട്ടും കൂടാതെ പാലുൽപാദനത്തിനായിട്ടും ഒരുപോലെ നമുക്ക് ഇവയെ ഉപയോഗപ്പെടുത്താം. ഇന്ത്യൻ ഡയറി ബ്രീഡ്സ് എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഓരോന്ന് നോക്കാം. സയന്റിഫിക് നെയിം ഓഫ് ഇന്ത്യൻ കാറ്റിൽ. ഉത്തരം എഴുതുക. സയന്റിഫിക് നെയിം ഓഫ് എക്സോട്ടിക് കാറ്റിൽ. ഡിഫൈൻ ബ്രീഡ്. Compare exotic and Indian breeds of cattle. How cattle breeds are classified based on their utility. Explain. എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നും ആ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അവരുടെ ക്യാരക്ടറിസ്റ്റിക് സഹിതം എഴുതാൻ മറക്കരുത്. Origin of Tharparkar and Gir cow. Peculiar feature of Gir cow. Name the breed called Lola and White Sindhi. Origin of Red Sindhi and Sahiwal cow. Name the dual purpose breed with a white or grey color with a black switch and short stumpy horns. ഈ 10 ചോദ്യങ്ങളും എഴുതിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.